പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പോലീസിൻ്റെ ഉന്നത തലത്തിൽ സമഗ്രമായൊരു അഴിച്ചുപണി നടന്നു. ആ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളൊന്നും പൂർണ്ണമായി അടിസ്ഥാനരഹിതമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷേ ആ അഴിച്ചുപണി പൊതുവിൽ നോക്കിയാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ ഞാനൊരു അഴിച്ചുപണി പോലീസിൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് പോലീസിൽ ആ അഴിച്ചുപണി നടത്തുമ്പോൾ കാര്യമായി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് വേണം എനിക്ക് ചെയ്യാൻ എന്ന് ആഭ്യന്തരമന്ത്രി എന്നോട് പറഞ്ഞിരുന്നു. അത് എന്നോട് പറഞ്ഞു, ഷാജഹാൻ 10 വർഷമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയുള്ള ആളാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ്റെ ഉത്തരവിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ. അതുകൊണ്ട് എനിക്ക് അവരെ ഒന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് രണ്ടാഴ്ചത്തെ സമയം വേണം. എന്നാൽ മാത്രമേ ഒരു കൂട്ടം നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉന്നതങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുകയും ചെയ്തു. എനിക്ക് ചില വിമർശനങ്ങളൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഞാൻ യോജിച്ചു. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല എടുത്ത പറഞ്ഞ ആ കാര്യം അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ഈ പോലീസ് അഴിച്ചുപണി മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ആ പോലീസ് അഴിച്ചുപണിയുടെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് പറയാനല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ പോലീസ് അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ ഒരു മാധ്യമങ്ങളും ഗൗരവമായി പരിഗണിച്ചോന്ന് ചോദിച്ചാൽ പറഞ്ഞു പോയി, ഒരു വാക്കിൽ പറഞ്ഞു പോയി എങ്കിലും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളുമെല്ലാം ഈ പോലീസ് അഴിച്ചുപണിയിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു നടപടി എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആ അഴിച്ചുപണിയിൽ DGP ലെവലിൽ ഉള്ള മാറ്റങ്ങൾ നടക്കാനുണ്ടെങ്കിൽ അത് നടന്നിട്ടില്ല. അതിന് താഴോട്ട് ADGP-മാർ മുതൽ താഴോട്ട് നടന്നതാണ് ആ പ്രധാനപ്പെട്ട അഴിച്ചുപണി. അതിൽ ADGP-മാർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, DIG-മാരെ മാറ്റിയിട്ടുണ്ട്, IG-മാരെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ശ്രദ്ധയാകർഷിച്ച ഒരു നടപടി എന്ന് പറയുന്നത് കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിലെ പോലീസ് സേനയിലെ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന ഒട്ടേറെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ADGP-യെ ഈ പോലീസ് അഴിച്ചുപണിയിൽ നിഷ്കരുണം പോലീസ് സേനയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എന്നുള്ളതാണ്. ആ ADGP-ആയിട്ടുള്ള S. ശ്രീജിത്ത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു 2011 മുതൽ അയാളൊരു വലിയ അധികാരിയാണ്. 2011-16 കാലഘട്ടത്തിൽ അയാളൊന്ന് സസ്പെൻഷനിലായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതൊരു 40, 50 ദിവസം 60 ദിവസവും കണ്ടേ ഉള്ളായിരുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നുവെങ്കിലും ഒരു 50-60 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു കയറി. ആ 2001-2006 കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു അയാളുടെ സംരക്ഷകൻ. എനിക്ക് വളരെ ബഹുമാനമുള്ള നേതാവാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥനെ അങ്ങേയറ്റം സംരക്ഷിച്ചിരുന്നത്. സസ്പെൻഡ് ചെയ്തെങ്കിലും ഉമ്മൻചാണ്ടിയുടെ സഹായത്തിലൂടെയാണ് തിരിച്ചു കയറിയത്. സസ്പെൻഡ് ചെയ്യപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ്. അതിനുശേഷം അയാൾ തിരിച്ചു കയറി അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. 2006 മുതൽ 2026 വരെ പിണറായി വിജയൻ ഭരണകാലത്ത് ഏറ്റവും വലിയ അധികാരിയായി വിരാജിക്കുകയായിരുന്നു, ഉന്നതങ്ങൾ വിരാജിക്കുകയായിരുന്നു S. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾ എത്രയോ വർഷമായി പോലീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ADGP-ആണ് ആയിരുന്നു. നമുക്കറിയാം, പോലീസ് അഡ്മിനിസ്ട്രേഷൻ ADGP എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടാക്കിയത് 2016 TP സെൻകുമാർ സുപ്രീം കോടതി വിധി മേടിച്ചുകൊണ്ട് DGP-ആയി വന്നപ്പോൾ TP സെൻകുമാറിനെ നിയന്ത്രിക്കാൻ വേണ്ടി ടോമിൻ തച്ചങ്കരിയെ പോലീസ് ആസ്ഥാനത്ത് നിയമിച്ചപ്പോൾ അന്ന് TP സെൻകുമാറിനെ നിയന്ത്രിക്കാൻ വേണ്ടി
അയാളെ വകഞ്ഞു പിടിക്കാൻ വേണ്ടി, അയാളെ കുരുക്കിട്ട് പിടിക്കാൻ വേണ്ടി പിണറായി വിജയൻ അന്ന് പോലീസ് ആസ്ഥാനത്ത് സൃഷ്ടിച്ച ഒരു തസ്തികയാണ് പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ADGP. അതന്ന് ടോമിൻ ചച്ചക്കരി നിയമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ തസ്തികയിൽ ഒരു രാജാവിനെ പോലെ വാഴുകയായിരുന്നു S. ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതലയും അയാളുടെ കയ്യിലേക്ക് പോയി. അയാൾ പിന്നെ കിരീടം വെക്കാത്ത രാജാവായി അവിടെ. എനിക്ക് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് റവാഡ ചന്ദ്രശേഖർ DGP ആയി വന്നതുകൂടി ഫലത്തിൽ DGPയെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായി അവിടെ വിരാജിക്കുകയായിരുന്നു ഈ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ. കാരണം റവാഡ ചന്ദ്രശേഖർ 17 വർഷക്കാലമായി കേരളത്തിന് പുറത്തായിരുന്നു. അയാൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പം കേരളത്തിലെ പോലീസിനെ കുറിച്ച് അറിയില്ല. അയാൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ അധികാരിയായി പോലീസ് അഡ്മിനിസ്ട്രേഷൻ ADGP ആയി ഉണ്ടായിരുന്നത് S. ശ്രീജിത്താണ്. വേറൊരാൾ MR അജിത് കുമാർ ആയിരുന്നു. പക്ഷേ അയാൾ ഒരുപാട് ആരോപണങ്ങളൊക്കെ കൊണ്ട് അയാൾക്ക് മാറി നിൽക്കേണ്ടി വന്നുകൂടി ശ്രീജിത്തിൻ്റെ കയ്യിലായി DGPയെ ഇങ്ങനെ കരതലാമലകം പോലെ കൊണ്ടു നടക്കുകയായിരുന്നു ഈ IAS ഉദ്യോഗസ്ഥൻ, ഈ ADGP S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ. ഒരു പിടി ആരോപണങ്ങൾക്കെതിരെ ഉയർന്നു. നേരത്തെ ഒരു പിടി ആരോപണങ്ങളുണ്ട്. 2014 സസ്പെൻഷനിലായിരിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് അയാൾ കൃത്രിമ SIM കാർഡ് ഉപയോഗിച്ചു. അയാൾ കർണാടകത്തിൽ റൌഫ് എന്ന് പറഞ്ഞ വസ്തുക്കച്ചവടക്കാരനുമായിട്ട് അവിടെ വസ്തുക്കച്ചവടം നടത്തി. അയാളുടെ കൂടെയുള്ള ഒരു അഭിലാഷ് എന്ന് പറഞ്ഞൊരു DYSPയെ കൈക്കൂലി കേസിൽ കുരുക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ അന്ന് 2014 മറ്റോ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് അന്ന് ADGPമാരായിരുന്ന മനോജ് ഇബ്രഹാമും അനന്തകൃഷ്ണനും ഈ ആരോപണങ്ങൾ അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞു 4 ആരോപണങ്ങളിൽ 3 സ്റ്റാൻഡ്സ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞു, 4ാമത്തേത് സ്റ്റാൻഡ്സ് പാർഷ്യലി പ്രൂവ്ഡ് എന്നും പറഞ്ഞു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള 4 ആരോപണങ്ങളിൽ 3 തെളിയിക്കപ്പെട്ടു, 1 ഭാഗികമായി തെളിയിക്കപ്പെട്ടു എന്നും പറഞ്ഞു. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥൻ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. കാരണം ഉമ്മൻചാണ്ടിയായിരുന്നു അദ്ദേഹത്തെ അന്ന് സഹായിച്ചിരുന്നത്. അന്നത്തെ ചീഫ് സെക്രട്ടറി അയാളെ തിരിച്ചെടുത്തപ്പോൾ എന്ത് പറഞ്ഞെന്നറിയാവോ? വളരെ ഗ്രേവാണ് ഇയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ, സംഭവങ്ങൾ. പക്ഷേ ഇതുപോലുള്ള കുറ്റങ്ങൾ മേലാൽ ആവർത്തിക്കരുത് എന്ന സ്റ്റേൺ വാർണിങ്ങോടുകൂടി ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തു. ആലോചിച്ചു, ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, അതിന് സ്റ്റേൺ വാർണിങ് മതി എന്നും പറഞ്ഞ് ഇയാളെ പിന്നീട് തിരിച്ചെടുത്തു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ പിണറായി വന്നപ്പോൾ അയാൾ കിരീടം വെക്കാത്ത രാജാവായി. കാരണം പിണറായി വിജയനും P. ശശിക്കും എന്ത് ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അയാളെക്കുറിച്ചിട്ടുള്ള ആരോപണം. P. ശശിയുടെ വത്സല വിശ്വസ്ത വിനീത വിധേയൻ എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ടുള്ള ആരോപണം, അയാളെക്കുറിച്ചിട്ടുള്ള ആരോപണം. അതിനുശേഷം സ്വർണ്ണക്കൊള്ള വന്നപ്പോഴത്തേക്കും സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയാളുടെ ഓഫീസിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളെ പൊന്നാട അണിയിച്ചു. ആലോചിച്ച് നോക്കണം. ശബരിമല കേസിലെ 1-ാം പ്രതി. ശബരിമല കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വീഡിയോ ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു. അതിനുശേഷം വിദേശത്ത് അയാൾ പോയി ഏതൊരു പ്രൈവറ്റ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ പിന്നീട് അയാൾക്കെതിരെ പുറത്തു വന്നു. പക്ഷേ അതിലൊന്നും അയാളെ തൊടാൻ ഒരാൾക്കും കഴിയില്ലായിരുന്നു. കാരണം അയാൾ വിജയൻ്റെയും ശശിയുടെയും വത്സല വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. അയാൾ ADGP ആയിരുന്നു, പോലീസ് അഡ്മിനിസ്ട്രേഷൻ. അയാളാണ് DGPയെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതല ആയിരുന്നുകൊണ്ട് ആ മേഖലയിലെ സ്വാധീനവും അയാളുടെ കയ്യിലായിരുന്നു. അയാൾ അങ്ങനെ രാജാവായി വാഴുകയായിരുന്നു. ആ രാജാവ് ഇപ്പോൾ പടിക്ക് പുറത്തായി. ആ രാജാവിനോട് രമേശ് ചെന്നിത്തല കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു പുതിയ ആഭ്യന്തരമന്ത്രി. അതാണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് അഴിച്ചുപണിയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നത്. അയാൾക്ക് മാധ്യമങ്ങളിലുള്ള പങ്കുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട മാറ്റം ഒരു വരിയിൽ ഒതുക്കി മാധ്യമങ്ങൾ. ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞു ശ്രീജിത്തിനെ അവിടെ നിന്ന് അങ്ങോട്ടോ മാറ്റി, ശ്രീജിത്തിനെ മാറ്റി, ഇത്രയൊക്കെ അവർ പറയുന്നുള്ളൂ. പക്ഷേ എങ്ങോട്ടാണ് മാറ്റിയത്? പോലീസ് അഡ്മിനിസ്ട്രേഷനെ ADGP സ്ഥാനത്ത് നിന്ന് പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രിസൺ ജയില് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ജയിലിൻ്റെ ചുമതലയുള്ള ADGP ആയിട്ട് അയാളെ പോലീസ് സേനയിൽ നിന്ന് ബൂട്ട് ഔട്ട് ചെയ്തിരിക്കുന്നു ആഭ്യന്തരമന്ത്രി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇയാൾ എന്നോട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ ഞാൻ അല്ലാതെ തന്നെ സമരം ചെയ്യുന്നുണ്ട്. അയാൾ എനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസും വളരെ ഗൗരവമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അയാൾ പോലീസ് സേനയിൽ നിന്ന് പുറത്തായി എന്നുള്ളത് കൊണ്ട് അയാൾക്കെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം അവസാനിക്കുന്നുവെന്ന് ജനങ്ങളും വിചാരിക്കരുത്. ഈ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനും വിചാരിക്കരുത്. എൻ്റെ പോരാട്ടമൊന്നും അവസാനിച്ചിട്ടില്ല.
അത് ഈ കേസുകളൊക്കെ തീരുമ്പോഴും ഒക്കെ അവസാനിക്കുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം ഈ ആരോപണ വിധേയനായിട്ടുള്ള ഈ 15 വർഷമായി ഇടതിനെയും വലതിനെയും കാലി തിരുമി അവരുടെ പ്രധാനപ്പെട്ട ആളായി വിരാജിച്ചു കൊണ്ടിരുന്ന, രാജാവായി വിരാജിച്ചു കൊണ്ടിരുന്ന എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ഇതാണ് ഈ പോലീസ് അഴിച്ചുപണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് ശ്രീമാൻ രമേശ് ചെന്നിത്തലയോടുള്ള എൻ്റെ നന്ദി ഞാൻ രമേശ് ചെന്നിത്തലയോട് നേരിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ നേരിട്ട് പറയുന്നതിന് പകരം രമേശ് ചെന്നിത്തലയോടുള്ള എൻ്റെ നന്ദി ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ രമേശ് ചെന്നിത്തലയോട് ആ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.